ഹായ് ഓൾ, മച്ചാന്റെ മാലാക ഡയറക്റ്റഡ് ബൈ ബോബൻ സാമുവൽ. നമിത പ്രമോദ് വളരെ നാളുകൾക്ക് ശേഷം നമിത പ്രമോദിന്റെ ഒരു കംബാക്ക് ആണ് സിനിമയിലൂടെ. അതോടൊപ്പം തന്നെ സൗബിൻ, അതേപോലെ നമ്മുടെ ദിലേഷ് പോത്തൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ മച്ചാന്റെ മാലാകയുടെ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ ഞാൻ കാണാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. അതായത് സൗബിൻ, അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ, പിന്നെ നമിത പ്രമോദ്. എനിക്ക് തോന്നുന്നു പുള്ളിപ്പുലികളും ആട്ടുംകുട്ടിയും എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് അവസാനമായിട്ട് നമിത പ്രമോദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം പുള്ളിക്കാരി കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നൊരു സിനിമയായതുകൊണ്ടും, പിന്നെ അതേപോലെ ഇതിന്റെ ഡയറക്ഷൻ ബോബൻ സാമുവൽ. റോമൻസ് എന്ന് പറയുന്ന നല്ല സിനിമ പുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ബോംബ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സിനിമ പോലെ ഒക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സിനിമയ്ക്ക് ഇതിന് ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടത്. പക്ഷെ എനിക്ക് വളരെയധികം നിരാശ സമ്മാനിച്ച 2025 ഏറ്റവും മോശ സിനിമ ഞാൻ കണ്ടതിൽ വെച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മച്ചാന്റെ മാലാഖയാണെന്ന്. അത്രയ്ക്കും നിരാശയാണ് ആ സിനിമ എനിക്ക് പേഴ്സണലി സമ്മാനിച്ചത്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദി ഡയറക്ടർ ബോബൻ സാമുവൽ, ഈ സിനിമയുടെ ഡയറക്ഷൻ വളരെ മോശമായിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ. ആൻഡ് അതിൽ അഭിനയിച്ചേക്കുന്ന ഈ പറഞ്ഞ നമിത പ്രമോദ്, ഒരിക്കൽ ഫീൽഡ് ഔട്ട് ആയി നിന്ന നമിത പ്രമോദിനെ വീണ്ടും വിളിച്ചു വരുത്തി ഒന്നും കൂടി ഫീൽഡ് ഔട്ട് ആക്കിയിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. ആൻഡ് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. അത് ഞാൻ ശരിക്കും സിനിമ കാണുന്നതിന് മുമ്പ് മിസ് ചെയ്തൊരു കാര്യമാണ്. അബാം മൂവീസ്, അബ്രഹാം മാത്യു, ഷീലു എബ്രഹാം, ഇവരുടെ പ്രൊഡക്ഷൻ ബാനറിൽ വന്ന കഴിഞ്ഞ 4-5 ബോംബ് സിനിമയ്ക്ക് ശേഷം വന്ന ഏറ്റവും വലിയ മെഗാ ഗുണ്ട് എന്ന് പറയുന്ന സിനിമയാണ് മച്ചാന്റെ മാലാക. കാരണം ഇത് ഞാൻ പറയാൻ കാര്യം, ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എൻ്റെ 2 മണിക്കൂർ മുടക്കി, ഏകദേശം 2-2.5 മണിക്കൂർ, അതായത് യാത്ര ഉൾപ്പെടെ 2.5 മണിക്കൂർ മുടക്കി ഞാൻ പോയി കണ്ടിട്ട് ഇത്രയും നിരാശ സമ്മാനിച്ചൊരു സിനിമ എനിക്ക് ഈ വർഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും മോശം. ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ മ്യൂസിക് സൈഡ്, ഔസേപ്പച്ചൻ സാർ, ലെജൻഡറി ഔസേപ്പച്ചൻ സാറിൻ്റെ മ്യൂസിക് അടക്കം വളരെ മോശം എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി സമ്മാനിച്ചത്. ഇനി ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എന്താ പറയുക, ആദ്യമേ സൗബിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. സൗബിനെ പോലെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള നടൻ ഈ സിനിമയിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അത് സൗബിൻ്റെ കുറ്റമല്ല, മറിച്ച് ഈ ക്യാരക്ടറൈസേഷൻ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഇനി ഈ സിനിമയുടെ സെറ്റ് വന്നേക്കുന്നത് കോട്ടയം ബേസ് ചെയ്തിട്ടാണ്. ഓലാശ എന്ന് പറയുന്ന സ്ഥലമാണ്, വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ആൻഡ് അവിടെ വരുന്നു, അതാ നമ്മുടെ അടുത്ത ഇൻട്രോ വരുന്നു, നമ്മുടെ നമിത പ്രമോദ്, നമ്മുടെ നായികയുടെ ഇൻട്രോ. നമിത പ്രമോദിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് അത് വളരെ പറ്റുന്നതിൽ ഏറ്റവും മോശം രീതിയിൽ പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് അങ്ങോട്ട് മനസ്സിലായി ഈ സിനിമ ഇങ്ങനെയുള്ള ഒരു പോക്കാണ്, തീരെ മോശമാണ്. ഇനിയിപ്പം വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. എന്നാലും നമ്മൾ 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തതായതുകൊണ്ട് എന്ത് ഇനി സംഭവിക്കുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഫസ്റ്റ് ഹാഫ് കണ്ടു തീർത്ത് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ സിനിമ എന്താ പറയുക, കംപ്ലീറ്റ് ഒരു മലങ്കൾട്ട് വൈബിലേക്ക് പോയിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ഔട്ടായിരിക്കുകയാണ് സിനിമ. എന്തൊക്കെയാണ് കാണിക്കുന്ന ഒരു ലോജിക്ക്, ഒന്നാമത്തെ കാര്യം ഈ സിനിമയിൽ ലോജിക്കില്ല. രണ്ടാമത്തെ കാര്യം ഇതൊരു കോമഡി ഡ്രാമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഇവർ പറയുന്നത്. ഇതിലെ കോമഡി ഏതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് ചിരിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് സിനിമയിൽ നമ്മുടെ ജയറാം അരവിന്ദനായിട്ട് അവസാനം കോമാ സ്റ്റേജിൽ ഇരിക്കുന്ന പോലെയാണ് ഞാൻ തിയേറ്ററിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. എന്താ അടുത്ത സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ കാണിക്കുന്നത്, കോടതിയിലൊക്കെ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സീരിയസ്ലി ജുഡീഷ്യറിയോട് നമുക്ക് വിഷമം തോന്നും. അതാ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് അവസാനം നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ ബോംബ് സ്റ്റാർ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസനും കൂടെ വന്ന് അഭിനയിക്കുന്നതോടുകൂടി സിനിമ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടൊരു എന്താ പറയുക, അടുത്ത തൃശ്ശൂർ പൂരത്തിന് വയ്ക്കാൻ പറ്റുന്ന ഒരു ഗുഡ് അവസ്ഥയായിരുന്നു സിനിമ. ഇനി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന കണക്ക് ചില ആൾക്കാരുടെ പെർഫോമൻസ്. ഇതിൽ പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ദിലേഷ് പോത്തൻ. പുള്ളിയുടെ പുള്ളിക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഇവൻ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണെങ്കിലും പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ സൗബിൻ്റെ ചില രംഗങ്ങൾ, സൗബിൻ തീരെ മോശമാണെന്നല്ല, സൗബിൻ്റെ ചില രംഗങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ ഇതിൽ നമ്മുടെ വിനീത് തട്ടിൽ, പുള്ളി നമ്മൾ അത്യാവശ്യം അറിയാവുന്നതാണ്. പുള്ളി എന്താണ് ചെറുക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി വരുന്ന ആ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് വാസ് ഗുഡ്. ബാക്കിയെല്ലാം നല്ല ബോറായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെ നല്ല വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലുതായിട്ട് വെറുപ്പിച്ചിട്ടുള്ളത് ശാന്തി കൃഷ്ണ, നമ്മുടെ നല്ല നടിയാണ് പുള്ളിക്കാരി. പക്ഷേ പുള്ളിക്കാരി ഇതിൽ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ശരിക്കും സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ചില സമയത്ത് സീരിയലൊക്കെ എന്തോരം ബെറ്ററാണെന്ന് തോന്നി. കാരണം സീരിയലിനൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു സമൂഹമുണ്ട്. അപ്പം സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് സീരിയലിലേക്ക് ചിന്തിക്കാൻ ഒരു വഴിത്തിരിവ് സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ബോംബ് പടം, ഒരു മലങ്കൾട്ട് പടം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. അല്ലെങ്കിൽ ആരും ഈ വഴിക്ക് പോകരുത്. അത്രയ്ക്ക് മോശം സിനിമയാണ്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്തായാലും എനിക്ക് വളരെ മോശം ഒരു ഇത് സമ്മാനിച്ച സിനിമയാണ്. ഈ വർഷം ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും മോശം സിനിമയാണ് മച്ചാന്റെ മാലാഖ. അത്രയ്ക്ക് ആ ട്രോമയിൽ നിന്ന് ഞാനിപ്പോഴും റിക്കവർ ആയിട്ടില്ല. താങ്ക് യു.